ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ബിരിയാണി ഉണ്ടാക്കാൻ കേട്ടോ. അതായത് എൻ്റെ മോളൊന്ന് വരുന്നുണ്ട്. അപ്പോൾ മോൾക്ക് ഒരു ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞാണ്ട് ഒരു ബിരിയാണി ഉണ്ടാക്കണം. അപ്പോൾ നമ്മളൊരു 1 kg റൈസ് എടുത്തുകൊണ്ടുള്ളതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മസാലകളൊക്കെ റെഡിയാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ കുരുമുളക് കൂടി ഇടട്ടെ. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടില്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൊച്ചു ബെൽബട്ടൺ ഉണ്ടല്ലോ അടിച്ചമർത്തി പോവാട്ടോ. അപ്പോൾ ഞാൻ പറയട്ടെ, എന്താ ബിരിയാണിയൊക്കെ കഴിക്കാൻ നമ്മൾ അവിടുത്തെ ആ കർണാടക സ്റ്റൈലിലുള്ള ബിരിയാണി അല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ബിരിയാണി കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ബിരിയാണി കഴിക്കുമ്പോൾ അതൊരു വേറെ തന്നെയാണ് രുചി. അപ്പോൾ ആ ബിരിയാണി കഴിക്കാൻ ഭയങ്കര പൂതിയാണ്. കാരണം അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ പെട്ടെന്ന് ഞാനിങ്ങനെ കഴിക്കുന്നത് നമ്മളെ ഫ്രൈഡേ ദിവസമാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് കാണിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് മസാലകളൊക്കെ ഒന്ന് കൂട്ടിക്കാണ്ട് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കണേ, നമുക്ക് റൈസ് ഞാൻ ഗ്യാസ്മ തന്നെ ആയിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ റൈസ് എന്താണെന്ന് അറിയോ, റൈസ് ഫസ്റ്റ് ഞാൻ വേവിച്ചെടുക്കട്ടെ. അതിൻ്റെ റൈസ് വേവിച്ചാണ്ട് ഫസ്റ്റ് ആക്കി എടുത്ത് വെച്ചാലേ എന്നിട്ട് പിന്നെ നമുക്ക് ഇതിക്ക് മസാലകളൊക്കെ കൂട്ടുമ്പോൾ എന്നിട്ട് പിന്നെ പെട്ടെന്ന് റൈസ് ആയി കിട്ടി നമുക്ക് നല്ലതാണല്ലോ. എപ്പോഴും പണി തീർക്കാനുള്ള പരിപാടി. അപ്പോൾ ഇതൊക്കെ ഞാൻ മിക്സിയുടെ ജാറിൽ ഇടുന്നില്ല, ഞാൻ അതിനൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. ഞാൻ ചതക്കാത്ത കാരണം കൂടി ഉണ്ട് കേട്ടോ. എന്താ സംഭവം എന്നറിയോ, കറണ്ട് ഇല്ല. പിന്നെ ഇവിടെ കറണ്ട് കത്തുന്നുണ്ട്, പക്ഷെ കറണ്ട് കത്തിന് നമ്മുടെ ഇൻവേർട്ടറിൻ്റെയാണ് കത്തുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചതച്ചത്. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതൊന്ന് മസാല കൂട്ടിയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് ഇതാക്കിയിട്ടുള്ളൂ. അപ്പോൾ ആ ചതച്ച് കുറച്ചെടുത്തിട്ടൊന്ന് മസാല കൂട്ടിയേക്കട്ടെ. ഉപ്പൊക്കെ ആഡ് ചെയ്യുന്നത് നമുക്കറിയാലോ, എത്ര ഇടേണ്ടത് എങ്ങനെ ഇടേണ്ടത് അതിനനുസരിച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മളെ ചിക്കൻ മസാലൻ്റെ പൊടി കേട്ടോ. ഈ പൊടി ഞാൻ ഉണ്ടാക്കിയതാ കേട്ടോ, ഈ ചിക്കൻ മസാല. അതുപോലെ ഇതാക്കണേ. ഇനി ഇത് നല്ലോണം എന്ത് ചെയ്യാൻ അറിയാം, നല്ലോണം എന്നിട്ട് മിക്സ് ചെയ്യും. അപ്പം നമ്മുടെ അരിക്കുള്ള വെള്ളം, അരി ഒന്ന് വേവിക്കാനുള്ള വെള്ളം വെച്ചു. നമുക്ക് നെയ്ച്ചോറ് രൂപത്തിലാക്കി വെച്ചിങ്ങാണ്ട് അങ്ങനെയും ചെയ്യട്ടോ. പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അത് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്തിട്ട് ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് പൂവും ഒക്കെ എടുക്കണുണ്ടോ. ഇതൊക്കെ നിറച്ച് പൂവും പട്ടിയും ചമ്പിതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഇങ്ങനെ തന്നെ കിട്ടി വെച്ചിരിക്കുകയാണ് ഞാൻ. രണ്ടെണ്ണക്ക് വേവിക്കണിക്കാണിട്ട ചോർക്ക് ഇതിലിട്ടുകാണ്ടേ ഈ ഒരു പാനിൽ തന്നെ ഇട്ടുകാണ്ട് ഒന്നായിട്ട് ഇത്ര ഇതിലിട്ടുകാണ്ട് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ കേട്ടോ. വലിയതാക്കിയാണ് കഷ്ണം വെട്ടിച്ചേക്കാൻ കേട്ടോ. ചെറിയൊരു മീഡിയം നമ്മളെ തന്നെയല്ലേ കഴിക്കാനുള്ളത്. അപ്പോൾ ആ ഒരു ലെവലിലാണ് നമ്മളിത് വെട്ടിച്ചത് തന്നെ. ഇത് ഫ്രൈ ചെയ്താകുമ്പോൾ കണ്ടത് ഇവിടെ തിളക്കുന്നുണ്ടല്ലേ. നമ്മളെ ചോറ് അപ്പോൾ റൈസ് നമുക്ക് ഊറ്റാനാവും. അപ്പോൾ ഒരുമിച്ച് നമുക്ക് ദമ്മിലിടാം. മസാലയൊക്കെ കൂട്ടുമ്പോഴത്തേന് റൈസ് ഒരു ഭാഗത്താവും. അപ്പോൾ ദമ്മിലെല്ലാം ഉണ്ട് റെഡിയാക്കി വെക്കാം. ആ പാൻ മാറ്റിങ്ങാണ്ട് ഞാൻ ദമ്മ് ഇടുന്നത് നമ്മളെ മൺചട്ടിയിലാണ് ഞാൻ ദമ്മ് ഇടുന്നത്. അപ്പോൾ ഞാൻ എന്തെന്നറിയോ, ചിക്കന് ഞാൻ ഇതിൽ മാറ്റി. ഇനി ഇതിൽ തന്നെ മസാല കൂട്ടും ചെയ്യാം. അപ്പോൾ ചിക്കൻ ഇതിൽ തന്നെ മാറ്റിയിട്ട് ഒരുമിച്ച് എല്ലാ ഇതിൽ തന്നെ ആ പാനിൽ നിന്ന് മാറ്റിയാൽ ഏതായാലും ഇതിൽ ദമ്മിടുന്നേ. അപ്പോൾ ഇതിൽ തന്നെ ആ ഒരു ഫ്ലേവറും ഈ മൺചട്ടീൻ്റെ മൺചട്ടീൻ്റെ ആ ഫ്ലേവറും ഒക്കെ പാടാകുമ്പോൾ നല്ല ടേസ്റ്റ് വരും. അപ്പം പിന്നെ ഇതിൽ തന്നെ ആട്ടെ. നമ്മുടെ റൈസ് ഏകദേശം വേവാകും കേട്ടോ. ഈ ഒരു കടി ഉണ്ടല്ലോ അതുകൊണ്ട് വിട്ടാൽ മതി. ഉണ്ടല്ലോ ഏകദേശമായിട്ടോ. അപ്പം ഞാനിതൊരു ഈ ചിക്കൻ ഇതിൽ നിന്ന് കോരി മാറ്റി വെക്കുകയാണ്. കോരി ഇനി ഇതിക്ക് നമുക്ക് ഉള്ളി മസാലകൾ കൂട്ടണം. നമ്മുടെ ബിരിയാണീൻ്റെ ഇത് കൂട്ടണമല്ലോ. അപ്പം അതിനാണ്. അപ്പം ഈ ഒരു ചിക്കൻ്റെ ഒക്കെ ഉണ്ടോ
ചിക്കൻ്റെ ഫ്ലേവറും അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ തന്നെ കൂട്ടിയാൽ പിന്നെ ഒരു പാത്രത്തിൽ നിന്ന് അപ്പുറത്തേക്ക് മറിക്കാവൊന്നും ചെയ്യണ്ടല്ലോ. ഒറ്റയടിക്ക് തന്നെ ചെയ്യാന്ന് വെച്ചാൽ അതെടുത്ത് ഞാൻ കഴുകി വെച്ചിട്ടോ പാത്രം. ഞങ്ങളാകെ എത്ര 2-3-4 പേരുള്ളൂ. അപ്പോൾ ചെറിയൊരു ബിരിയാണിയാണ്. എനിക്ക് സവാള ഇടും, വലിയ മസാലക്കുള്ള പേസ്റ്റ്, ഉള്ളി ഇഞ്ചി പേസ്റ്റ്, തക്കാളി ഇട്ടത്. കുറേ സമയം ഞാൻ പറഞ്ഞില്ലേ, വലിയ ഉള്ളി കുറേ സമയം വാടി ഇതാകാനും കുഴയാനൊന്നും നിന്നിട്ടില്ല. കുറച്ച് അതിൻ്റെ ഒരു ചൂട്, നല്ലോണം ചൂട് പിടിച്ചു. അതിൻ്റെ ആ സമയത്ത് നമ്മളെല്ലാം ആഡ് ചെയ്യണം കേട്ടോ. ഇനി ഇതൊന്ന് തക്കാളി, ഉള്ളി, ഇഞ്ചി, ഉള്ളി പേസ്റ്റൊക്കെ ഒന്നൊന്ന് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. ചേച്ചി കൊണ്ടതാ വെന്തു കേട്ടോ. ഞാൻ റൈസ് ഒന്ന് ഊറ്റിയെടുക്കട്ടെ. ഏകദേശം എല്ലാം തക്കാളി ഇതെല്ലാം പാടെല്ലാം മിക്സ് ചെയ്തങ്ങാണ്ട് ഒരു കുഴപ്പഴായിക്കും കേട്ടോ. ഇനി ഇതൊക്കെ ഞാൻ എടുത്ത് വെച്ച മസാലകൾ ഇതാണ്. ഇത് നമ്മളെ വലിയ ജീരകം, പിന്നെ മഞ്ഞൾ, പിന്നെ പെപ്പർ, പിന്നെ നമ്മളെ ഗരം മസാല, പിന്നെ ചെറുതായിട്ട് നമ്മൾ റെഡ് ചില്ലി എടുത്തിങ്ങനെ, പിന്നെ മല്ലിപ്പൊടി കേട്ടോ. അതൊന്നായിട്ട് ഇതിട്ട് നല്ല ചൂടാണ്. പറയുമ്പോൾ ഞാൻ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടില്ല, വിറകടുപ്പ് കത്തിച്ചിട്ടില്ലായിരുന്നു. ഗ്യാസിന് നിന്നിട്ട് ഞാൻ എന്തൊരു ചൂടെന്ന് അറിയോ, എരിയും ചൂട്. പിന്നെ ബിരിയാണിൻ്റെ ഗരം മസാല മരുന്നുണ്ടല്ലോ, ഒന്ന് കുറച്ച് ആഡ് ചെയ്യട്ടെ. ഇത് ഞാൻ ഉണ്ടാക്കിയ മരുന്നാട്ടോ. ഈ ആഡ് ചെയ്യണതൊക്കെ ഞാൻ ഉണ്ടാക്കണതാണ്. എന്താ പറയുക, നമ്മൾ ഒന്നായിട്ട് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞിരുന്നിട്ട് പിന്നെ പെരുന്നാളൊക്കെ ആകുമ്പോൾ പിന്നെയും കുറച്ചും കൂടി ഉണ്ടാക്കി വെക്കും ഞാൻ. അപ്പോൾ നോക്കുമ്പോൾ നമ്മളെപ്പോഴും എടുക്കൂലേ. ഇനി നമുക്ക് ഇതാക്കണേ, നമ്മളെ ചിക്കനെ ഇതിക്കിടാം. ചിക്കൻ അങ്ങോട്ട് ഇളക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതാക്കാം. നമ്മളെ ഫ്ലെയിം ഉണ്ടല്ലോ, ഇതുകൊണ്ട് ഓഫ് ചെയ്യാം. ഇതൊക്കെ അറിയാപ്പോൾ ഇത് ചൂടാറണം ശരിക്കും. നമ്മൾ ചൂടാറിയതിന് ശേഷം അതൊക്കെ നമ്മൾ ലെമൺ ജ്യൂസ് ഉണ്ടല്ലോ, ലെമൺ ജ്യൂസൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചേക്കേനി കേട്ടോ. പിന്നെ അതേമാതിരി തൈര് കൂടുതൽ വേണ്ട, പിന്നെ ഒരു ഇച്ചിരി വിനാഗിരി, മല്ലിച്ചപ്പും പുതിനയും കുറച്ച് ആഡ് ചെയ്യണം. ഇതൊന്ന് ഇളക്കുക. എങ്ങനെയുണ്ട്, മണമുണ്ടോ? ബിരിയാണി മണം വരുന്നുണ്ടോ? മസാല ഉപ്പുണ്ടോ നോക്കണം കേട്ടോ, നോമ്പാണ്. കുറച്ച് വേണ്ടേക്കും ഉപ്പിടണം. നിങ്ങളൊന്നും ഇട്ടിട്ടില്ലല്ലോ. പൊരിച്ചപ്പെട്ടല്ലേ? ഞാൻ ആ പൊരിച്ചപ്പോൾ മാത്രമേ ഇട്ടുള്ളൂ. ഞാൻ വലിയ ആ മസാല കൂട്ടിയപ്പോഴൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. മതി. ഉപ്പ് നോക്കട്ടെ. മതിയോ? ഉണ്ടാവും വിചാരിക്കണ്. മതിയോ? ഇവിടെ ചോറ് റൈസ് ഊറ്റുന്നുണ്ട് കേട്ടോ. അതിൽ കുറച്ച് ഞാൻ ചൂടുവെള്ളമൊക്കെ ഒന്ന് പാർന്നുകാണ്ടേ ആ കൊഴുപ്പൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലെ കൊള്ളൂല. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് ഇങ്ങനെ കോരിയിടുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു വാഴൻ്റെ ഇലയൊക്കെ കൊണ്ടുവന്നുകാണ്ട് അപ്പോൾ ഒന്ന് ദമ്മിടട്ടെ. അപ്പം എന്താ ചെയ്യാറ്, നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ കുത്തി ഇറക്കി വെക്കണം. ആക്കി പൊട്ടിച്ച് ഇങ്ങനെ കൊടുക്കുക വാഴൻ്റെ ലീഫ്. അതിനും അതിക്ക് അതിൻ്റെ ഇതൊക്കെ ഉണ്ട് ഇറങ്ങാന്. ഫ്ലേവർ ഫ്ലേവറൊക്കെ ഉണ്ട് ഇറങ്ങാന്.
ഫ്ലേവറാണ്. നമ്മൾ പറയണ്ടല്ലോ അടുപ്പേരി നല്ലത്. ഗ്യാസിന്റെ ഇവിടെ ഒക്കെ ഭയങ്കര ചൂട്. അടുപ്പൊക്കെ ഇതിലേറെ ചൂടായിക്കാരം അല്ലേ? ഇതിങ്ങോട്ട് വെച്ച് കണ്ട് ഇതാക്കണം. വെച്ചളിങ്ങ പാകക്കാരം എന്നാ സുഖമായിക്കാരം. ആ മറ്റേതുകൊണ്ട് ദമ്മണ്ടിട്ട നമ്മളെ നിലമ്പൂർ സ്റ്റൈല് ബിരിയാണി കേട്ടോ. ഇങ്ങനൊക്കെ നിങ്ങൾ ഉണ്ടാക്കി വെക്കലുണ്ടോ? നമ്മളെ ചാനലൊക്കെ കണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയല്ലേ. ആ ഇടവണ്ണ എത്തിക്കണ്. അപ്പൊ ഞാന് ദമ്മിടാനതൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടോ. അപ്പോഴാണ് ഉള്ളി എന്താ സംഭവം ഞാൻ ചെയ്യലെന്ന് അറിയാം. ഉള്ളി ഇതിന്റെ മുകളിൽ കൂടെ ഇട്ടെങ്ങാണ്ട് ഞാൻ ചെയ്യല്ല. ആദ്യം ഇങ്ങനെ ദമ്മിട്ട് വെക്കും. ദമ്മിട്ട് വെച്ചിട്ട് നമ്മൾ കുത്താൻ നേരം ഉണ്ടാവൂലേ ഉള്ളി. അപ്പൊ പിന്നെ കുറച്ച് ഇനിയിപ്പോൾ ഡെക്കറേഷന് വേണമെങ്കിൽ കുറച്ച് ഞാനിങ്ങനെ ഒന്ന് ഇടും കേട്ടോ. കുറച്ച് മതി. ഇതിന്റെ കൂടുതൽ കുത്തൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ ചന്തക്കുന്ന് എത്തിക്കണം കേട്ടോ. ചന്തക്കുന്ന് എത്തിയപ്പോൾ കൊണ്ടുവരാൻ. അപ്പോൾ ഇവിടുന്ന് കുറച്ചുള്ളൂ, നടന്നാൽ മതി. പക്ഷെ എന്നാലും കുഴങ്ങി വരില്ല. അപ്പോൾ ഇവർ ഇതാക്കണ്. എടി ഈ എടുക്കാൻ പോകണം നിങ്ങൾ? ആ താത്താനെ കൊണ്ടുവരാൻ പോവുകയാണ്. കുഴങ്ങിയില്ലേ? ഞാൻ വാങ്ങിയത് ഇതിനാണോ?